ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോണിക് ഫയർ വാളിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. സോ നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോണത് ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആ പോർട്ട് HTTPS പോർട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസ് അതാണ്. രണ്ടാമത്തത് നമ്മൾ X2 ഇൻ്റർഫേസിന് ഒരു IP കൊടുക്കും. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആണ് സോൺ എന്ന് പറയും. അപ്പം ആ സോണ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നോക്കാം. പിന്നെ വരുന്നത് നമ്മൾ രണ്ട് ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്തിട്ട് ഒരു ആക്സസ് പോയിൻ്റ് ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, കിട്ടുന്ന IPയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഓക്കെ, സെഷനിലേക്ക് കിടക്കാം. സോ ലോഗിൻ ചെയ്യാം. 192.168.254.254 നമ്മുടെ പഴയ IP തന്നെയാണ്. ഡിഫോൾട്ട് IP മാറ്റിയായിരുന്നു ഞാൻ. യൂസർ നെയിം പാസ്വേഡ് സെയിം തന്നെയാണ്. ജസ്റ്റ് ലോഗിൻ ചെയ്തു. ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാൻ IP LAN കാണാം. X2, X3, X4 നോൺ കോൺഫിഗർഡ് ആണ്. സോ ആദ്യമേ തന്നെ നമുക്ക് പോർട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരിക, നെറ്റ്വർക്കിലല്ല സിസ്റ്റത്തിൽ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അഡ്മിനിസ്ട്രേഷനിൽ പോവാം. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ HTTPS പോർട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കിടക്കുന്നത് 443 ആണ്. അത് ചേഞ്ച് ചെയ്തിട്ട് 2443 എന്നൊരു IP മാറ്റാണ്. ഓക്കെ, 2443 കൊടുത്തു, അക്സെപ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് മേളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ആ പോർട്ട് എടുത്തു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി പോർട്ട് എടുത്ത് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് എടുത്തു. അപ്പോൾ ഞാൻ പഴയ രീതിയിൽ 192.168.254.254 ലോഗിൻ ചെയ്യുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ലോഗിൻ ആവില്ല. അപ്പോൾ നമ്മൾ പോർട്ടുകൾ അടിച്ചു കഴിഞ്ഞാൽ വരും 2443. ആ പോർട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വരും. ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് X2 ഇൻ്റർഫേസിന് IP കാര്യങ്ങൾ അസൈൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ DHCP സെർവർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ X1 ഓൾറെഡി അല്ല, X0ക്ക് ഓൾറെഡി ഇൻ്റർഫേസും കാര്യങ്ങളുണ്ട്, മീൻസ് ഇൻ്റർഫേസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ DHCP സെർവറും നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൽ വന്ന ഇൻ്റർഫേസിൽ X0 നമ്മുടെ ഫസ്റ്റ് ലാനായിട്ട്, ഇനി X2ന് നമുക്ക് സെക്കൻഡ് ലൈനായിട്ട് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് തിയറി പറഞ്ഞു പോകാനുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സോണ് LAN എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട് X0, X1 സോണ് വാൻ എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് X2നെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സെയിം സോണിൽ ഞാൻ X2നെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർവ്യൂലാൻ റൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് സെയിം ആയിട്ട് വരും. അതായത് X2ഉം X0യും ഡിഫറെൻ്റ് IP ആണെങ്കിൽ പോലും X2ൽ നിന്ന് X0യുടെ IPയിലുള്ള അതിനണ്ടറിൽ വരുന്ന ഡിവൈസുകളിലേക്കും ആക്സസ് കിട്ടും. അപ്പം ഞാനത് കാണിച്ചു തരാം. X0യുടെ IP 192.168.254.254. അത് LAN എന്നുള്ള സോണിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ഇനി X2ന് ഞാൻ IP കൊടുക്കുന്നത് 192.168.250.254 എന്നുള്ള IP. അല്ലാണ്ട് നമുക്ക് 1 എന്ന് തന്നെ, മീൻസ് ഡിഫോൾട്ട് കൊടുക്കുന്ന രീതിയിൽ കാണാം. ഇത് ഞാൻ LAN എന്ന് പറഞ്ഞ സോണിൽ തന്നെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് X0യും LANലാണ്, X2 എന്ന് പറഞ്ഞ പുതിയ ഇൻ്റർഫേസ് നമ്മൾ ഇടാൻ പോകുന്ന ഇൻ്റർഫേസ് LANലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. ഇപ്പം ഞാൻ X0യിൽ എൻ്റെ ലാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരു IP കിട്ടി 192.168.254.10 എന്ന് പറഞ്ഞൊരു IP. ഓക്കെ, 192.168.254.10 എന്ന് പറഞ്ഞ IP X0യിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ലാപ്പ് 2 വന്നത് X2ൽ കണക്ട് ചെയ്തു, X2 ഇൻ്റർഫേസ് കണക്ട് ചെയ്തു. 192.168.250.20 എന്നുള്ള IP കിട്ടി. അപ്പോൾ
സാധാരണ എന്താ നമ്മുടെ ഫോർട്ടിനെറ്റിലൊക്കെ ചെയ്തേക്കുന്നത്, ഈ ലാപ്പ് 2 ലാപ്പ് 1 പിങ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറ്റില്ല അല്ലേ? ബട്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 സോണ് സെയിം ആണ്. ലാൻ എന്ന് പറഞ്ഞ സോണിലാണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് IP ആണെങ്കിൽ പോലും ഈ ലാപ്പ് 2 നിന്ന് ലാപ്പ് 1 നമുക്ക് ആക്സസ് ചെയ്യാൻ, ഈ സർവീസിൻ്റെ അത് ആക്സസ് ചെയ്യാനും അതുപോലെ പിങ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, X2 X0 കൊടുത്തേക്കുന്നതെങ്കിൽ പോലും ഡിഫറെൻ്റ് IP ആണെങ്കിൽ പോലും, IP സീരീസ് ആണെങ്കിൽ പോലും ഇതിന് പറ്റും. അതാണ് ഈ സോണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സെയിം സോണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റും ലാപ്പ് 2 നിന്ന് ലാപ്പ് 1. അപ്പോൾ നമുക്ക് X2 ഇൻ്റർഫേസിൽ സോണൊന്ന് ചേഞ്ച് ചെയ്യാം. ലാൻ 2 കൊടുത്തു. ലാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ X2 X0 തമ്മിൽ ഒരു ബന്ധമില്ല. ഡിഫറെൻ്റ് IP ആണ്, ഡിഫറെൻറ്റ് സോണാണ്, ഡിഫറെൻറ്റ് ഇൻ്റർഫേസാണ്, ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫേസ് പോലെ നിൽക്കും. സെയിം സോൺ കൊടുത്താൽ ഡിഫറെൻറ്റ് ഇൻ്റർഫേസും ഡിഫറെൻറ്റ് IP ആണെങ്കിൽ പോലും സെയിം സോൺ ആണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് തമ്മിൽ. ബട്ട് ഡിഫറെൻറ്റ് സോൺ ആണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഇൻ്റർഫേസുകൾ, ഇൻഡിവിജ്വൽ IP എന്നുള്ള കൺസെപ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം സോൺ ക്രിയേറ്റ് ചെയ്യാം X2. അപ്പോൾ സോൺസിൻ്റെ അഡർ ഇപ്പോൾ നെറ്റ്വർക്കിൽ സോൺസ് ജസ്റ്റ് വന്നു. ഇപ്പോൾ നമുക്ക് വാന് DMC VPN SSL ദെൻ WLAN മൾട്ടികാസ്റ്റ് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ലാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് മേളിൽ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് നെയിം ചോദിക്കും. അപ്പോൾ നമ്മൾ LAN 2 എന്ന് കൊടുക്കുന്നു. X2 കണക്ട് ചെയ്യണം. സെക്യൂരിറ്റി ടൈപ്പ് ട്രസ്റ്റഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, LAN 2 നമ്മൾ കോൺഫിഗർ ചെയ്തു. അതേപോലെ LAN 3 LAN 4 കോൺഫിഗർ ചെയ്യുന്നു. അത് X3 X4. എല്ലാത്തിനെയും സെക്യൂരിറ്റി ടൈപ്പ് ട്രസ്റ്റഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. കാരണം അത് ഇൻറ്റേർണലി ആക്സസ് ചെയ്യുന്നതുകൊണ്ട് ട്രസ്റ്റഡ് എന്നുള്ളത്. വാൻ നോക്കിക്കഴിഞ്ഞാൽ അൺട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. X3 X4 അതുപോലെ X2 LAN 2 LAN 3 LAN 4 കൊടുത്തു. ഇൻ്റർഫേസിൽ വരിക. ഇനി X2 നമുക്ക് IP അസൈൻ ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്തു, സോൺ സെലക്ട് ചെയ്യുന്നു. LAN 2 സ്റ്റാറ്റിക് മോഡാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത്. 192.168.200 നമ്മൾ IP കൊടുക്കുന്നത്. 200.1 HTTPS ആക്സസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HTTPS താഴെ ഒരു ആഡ് റൂൾ ടു റീഡയറക്റ്റ് ഫ്രം HTTP ടു HTTPS എന്ന് വെച്ച് കഴിഞ്ഞാൽ HTTP വഴി കയറിയാലും HTTPS റീഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടും. അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HTTPS നമ്മൾ IPയുടെ ഫ്രണ്ടിൽ കൊടുക്കേണ്ടി വരും. HTTPS നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കേണ്ടി വരും, IPക്ക് മുന്നേ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ LAN 2 X2 കോൺഫിഗർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ X3 ഇൻ്റർഫേസും ഇതേപോലെ തന്നെ IP കാര്യങ്ങൾ ഇടുന്നു. ഇപ്പോൾ ഓൾറെഡി 200 അവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ 210 ഇവിടെ അസൈൻ ചെയ്തു. ദെൻ അടുത്തത് സോൺ സെലക്ട് ചെയ്തു. മറ്റേ LAN 3 കൊടുത്ത് LAN 4 ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ IP അസൈൻ ചെയ്യുന്നു 192.168.220.1. ഓക്കെ, LAN 2 LAN 3 LAN 4 അത് X2 X3 X4 കോൺഫിഗർ ആണ്. 200 210 220. ഇപ്പോൾ നമ്മൾ ഇൻ്റർഫേസുകൾ കോൺഫിഗർ ചെയ്തു. നമ്മൾ നമ്മുടെ ഫോർട്ടിനെറ്റ് ഫയർവാളിലാണെങ്കിൽ ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് DHCP സെർവർ എനേബിൾ ആവും, അല്ലെങ്കിൽ നമ്മളത് ഓഫ് ചെയ്യണം മാനുവലി. ഇവിടെ അങ്ങനെയല്ല, DHCP സെർവർ നമ്മൾ കസ്റ്റം ഇടണം. ഓക്കെ, X2 ഇപ്പോൾ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ DHCP എടുക്കില്ല. അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് നെറ്റ്വർക്കിൽ DHCP സെർവർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാൻ എന്ന് പറഞ്ഞ സോൺ കണക്ട് ചെയ്തിരിക്കുന്നത് X0. അതിൽ ഓൾറെഡി DHCP സെർവർ ഉണ്ട് 254 സീരീസ് വരുന്നത്. അപ്പോൾ നമുക്ക് X2 വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഡൈനാമിക് കൊടുത്തു, എനേബിൾ DHCP സ്കോപ്പ് കൊടുത്തു. അതിനുശേഷം താഴെയുള്ള ഇൻ്റർഫേസ് പ്രീ പോപ്പുലേറ്റ് ടിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഇൻ്റർഫേസ് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട സാധനങ്ങൾ കസ്റ്റം വരും അതിനുള്ളിൽ. X2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുണ്ടോ X2ൻ്റെ IPയും കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാനുവലി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇവിടെ നിന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ മാനുവൽ ടൈപ്പ് ചെയ്യേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ DNS
അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. അത് വേണമെങ്കിൽ മാനുവലി നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ അത് തന്നെ എടുക്കാം. അഡ്വാൻസ്ഡിൽ പോയി കഴിഞ്ഞാൽ വോയിപ്പ് പ്രൊവൈഡേഴ്സിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല ഇതിൽ. ഓക്കെ, ലീസ് ടൈമും കാര്യങ്ങളുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് X2 എന്തെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി IP എടുക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ ഒരു IP എടുത്തിട്ടുണ്ട് 200 സീരീസിൽ, അതായത് X2. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റുജിയുടെ ഡിവൈസാണ്. അപ്പം ഞാനത് കണക്ട് എടുത്തു 200 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റുജിയുടെ ഡിവൈസ് ഡിഫോൾട്ടിലായതുകൊണ്ട് പാസ്വേഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഏത് IP എടുത്തേക്കുന്നത്. IP കോൺഫിഗ് അടിച്ച് വയർലെസ്സിൽ 200 സീരീസിലൊരു IP എടുത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായി X2 കണക്ട് ചെയ്ത് DHCP സെർവർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺഫിഗ് ചെയ്ത് 200.230 എന്നുള്ളതാണ് റുജിയുടെ ഡിവൈസ്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് യൂസർ പാസ്വേഡ് അടിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യാകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ DHCP ആണ്, ജസ്റ്റ് കണ്ടർ റീജിയണ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അപ്പോൾ പ്രൊജക്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ടെസ്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് റീഡയറക്റ്റ് ആവട്ടെ. ഓക്കെ, നമുക്കൊന്നുകൂടെ ലോഗിൻ ചെയ്യാം. IP എല്ലാം ചേഞ്ച് ചെയ്യണം നമുക്ക്. ഓക്കെ, 230 നമ്മുടെ റുജിയുടെ ഡിവൈസ് വരുന്നത്. 151 എൻ്റെ ലാപ്പാണ്. ഓക്കെ, നമുക്ക് 230 തന്നെ നോക്കാം. 200.230 കൊടുത്തു. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത ടെസ്റ്റ് എന്ന പ്രോജക്റ്റിൻ്റെ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുത്തു. ഓക്കെ, നമ്മൾ വന്നു വാൻ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ 200 അപ്ഗ്രേഡ് പിന്നെ കൊടുക്കാം. ഓക്കെ, വന്നു നമ്മുടെ 200 IP എടുത്ത്. ഇപ്പോൾ പിങ് നോക്കിക്കഴിഞ്ഞാൽ 8.8.8 പിങ് ഉണ്ട്. കണ്ടോ, പിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നീ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോണിക് വാളിൻ്റെ X2 ഇൻ്റർഫേസിലുള്ള ഇതിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വൈഫൈ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 48 ഫയർവാളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പോളിസി പോയിടണം. പോളിസി അഡ്രസ്സിൽ പോയിട്ട് ഫയർവാൾ പോളിസി ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുള്ളൂ. ബട്ട് ഇവിടെ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാനായിട്ട് ഓൾറെഡി ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റിനുള്ള ഓൾറെഡി പോളിസി ക്രിയേറ്റഡ് ആവും, ഡിഫോൾട്ട് പോളിസി ക്രിയേറ്റ്. ജസ്റ്റ് DHCP സെർവർ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ സോൺസിൻ്റെ ഒരു മിസ്കൺഫ്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബട്ട് നമ്മൾ പോർട്ട് ഫോർവേഡിങ് അങ്ങനെയുള്ള പരിപാടിയിലേക്കൊക്കെ വന്നാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യാനായിട്ട്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 48 ചെയ്യുമ്പോൾ അത് സിമ്പിളാണ്. കാരണം 2 സ്റ്റെപ്പിൽ ജസ്റ്റ് വെർച്വൽ IP വന്നിട്ട് പോർട്ട് ഇടുന്നു, പോർട്ട് ഫോർവേഡ് കണ്ടീഷൻ ഇടുന്നു. ആ കണ്ടീഷൻ നമ്മൾ ഫയർവാൾ പോളിസിയിൽ അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ സർവീസ് നാറ്റ് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, എന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ ഈ സെഷൻ. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.